ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ മാരത്തൺ പ്രസംഗവുമായി ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ കോറി ബുക്കർ ശാരീരികമായി കഴിയുന്നിടത്തോളം കാലം ഇവിടെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് 55-കാരനായ ബുക്കർ തന്റെ പ്രസംഗം ആരംഭിച്ചത്. രാത്രി മുഴുവൻ നീണ്ടുനിന്ന പ്രസംഗം 25 മണിക്കൂർ 5 മിനിറ്റ് നേരം വരെ നീണ്ടുനിന്നു. സെനറ്റ് ചാമ്പറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമെന്ന റെക്കോർഡ് ഇത് സ്വന്തമാക്കി. പ്രസംഗത്തിനിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സഹപ്രവർത്തകരായ ഡെമോക്രാറ്റ് സെനറ്റർമാർ ബുക്കറിനെ ഇടവേളയെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. ഡെമോക്രാറ്റുകൾക്ക് ചരിത്രപരമായ ആശ്വാസം നൽകുന്ന നേട്ടം കൂടിയായിരുന്നു ഇത്. 68 വർഷങ്ങൾക്ക് മുമ്പ് യുഎസിലെ വർണ്ണവിവേചനമില്ലായ്മ ചെയ്യുന്നതിനായുള്ള 1957 പൗരാവകാശ നിയമത്തിനെതിരെ സെനറ്റ് ഫ്ലോറിൽ നിന്ന് മാറാതെ പ്രസംഗിച്ച സൗത്ത് കരോലിനയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ സ്ട്രോം തെർമോണ്ടിന്റെ റെക്കോർഡാണ് ബുക്കർ ഭേദിച്ചത്. അന്ന് 24 മണിക്കൂർ 18 മിനിറ്റാണ് തെർമോണ്ട് സെനറ്റ് വേദിയിൽ പ്രസംഗിച്ചത്. തെർമോണ്ടിന്റെ പ്രസംഗം വകവയ്ക്കാതെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ ബുക്കർ അദ്ദേഹം എത്ര ശക്തനായിരുന്നോ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ശക്തരായതുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. റെക്കോർഡ് പ്രസംഗത്തിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബുക്കറിനെ കാണാൻ US കോൺഗ്രസിലെ ആദ്യ കറുത്തവർഗക്കാരനായ നേതാവും ഡെമോക്രാറ്റിക് ഹൗസ് ലീഡറുമായ ഹക്കീം ജെഫ്രീസ് എത്തി. അവിശ്വസനീയമായും വിധം ശക്തമായ നിമിഷമെന്നാണ് ഹക്കീം ബുക്കറിന്റെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത്. കാരണം ഒരു വിഘടനവാദിയുടെ റെക്കോർഡാണ് ബുക്കർ തകർത്തതെന്നും ജനാധിപത്യത്തെയും അമേരിക്കൻ ജീവിത രീതിയെയും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സംബന്ധിച്ച് അസാധാരണമായ സമയമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബുക്കർ പ്രസംഗം ആരംഭിച്ചത്. അമേരിക്കൻ ജനതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ ഭീഷണികൾക്കെതിരെ നിലകൊള്ളാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും ബുക്കർ പറഞ്ഞു. ട്രംപിന്റെ രണ്ടാം ഭരണകൂടം ചുമതലയേറ്റതു മുതൽ സ്വീകരിച്ച നടപടികളെ നിശ്ചിതമായി വിമർശിക്കുന്നതായിരുന്നു ബുക്കറിന്റെ പ്രസംഗം. ഗ്രീൻലാൻഡിനെയും കാനഡയെയും പിടിച്ചെടുക്കുമെന്ന തരത്തിലുള്ള പ്രസിഡന്റിന്റെ വാക്കുകൾ ഭരണഘടനാപരമായ പ്രതിസന്ധിക്കിടയാക്കിയെന്ന് ഘടകകക്ഷികളിൽ നിന്നുള്ള കത്തുകൾ ചൂണ്ടിക്കാട്ടി ബുക്കർ പറഞ്ഞു. ട്രംപ് ഭരണകൂടവും ഇലോൺ മസ്കിന്റെ എഫിഷ്യൻസി വകുപ്പും നടപ്പാക്കിയ സാമൂഹ്യ സുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെ ബുക്കർ ശക്തമായി എതിർത്തു. ആരോഗ്യരംഗം, സമ്പദ് വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, കുടിയേറ്റം, വിദ്യാഭ്യാസം, സുരക്ഷ, ഭവനം, അഭിപ്രായ സ്വാതന്ത്ര്യം, വിദേശനയം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങളും ആശങ്കകളും അദ്ദേഹം സെനറ്റിനെ മുന്നിൽ ഉന്നയിച്ചു.